നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം മന്ത്രി ഗണേഷ് കുമാറിനെതിരെ ഭാര്യ ഉന്നയിച്ചു വന്ന ചില ആരോപണങ്ങൾ വലിയൊരു കോളിളക്കത്തിനുള്ള ഒരു തിരികൊളുത്തലായിരുന്നു. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് തന്നെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. തൻ്റെ ഭർത്താവ് തന്നെ ഫോണിൽ വിളിച്ചു, എല്ലാം സോറി പറഞ്ഞു, കാര്യങ്ങൾ ഇവിടെ അവസാനിച്ചു എന്നാണ് ഭാര്യ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ആ വിഷയം മാധ്യമങ്ങൾ വലിയ രീതിയിൽ തന്നെ മന്ത്രിക്കെതിരെ ഉന്നയിച്ചപ്പോൾ വിവാദങ്ങളൊക്കെ തണുത്തപ്പോൾ മന്ത്രി മാധ്യമങ്ങളോട് തട്ടിക്കയറുന്നതാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഭാര്യ ഉന്നയിച്ച ആരോപണങ്ങളിലെ വിവാദവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിൽ മാധ്യമങ്ങളെക്കുറിച്ച് ക്ഷുഭിതനായി മന്ത്രി KB ഗണേഷ് കുമാർ. അല്പം സ്നേഹം കാണിച്ചപ്പോൾ തന്നെ തിന്നത് 2 ദിവസമാണ്. സൗഹൃദവും സ്നേഹവും കാട്ടിയപ്പോൾ തന്റെ തലയിൽ കയറി. ഇനി മാധ്യമങ്ങളോട് സംസാരിക്കില്ലെന്നും ഗണേഷ് കുമാർ റിപ്പോർട്ടർ TVയോടാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത കാലത്ത് മാധ്യമങ്ങളോട് സൗഹൃദം കാട്ടിയത് തെറ്റായിപ്പോയി. ചോര കുടിക്കാൻ മറ്റാരെയും കിട്ടിയില്ലേ, തന്റെ ചോര കുടിക്കാൻ ആരെയും അനുവദിക്കില്ല എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. തലസ്ഥാനത്തെ KSRTC ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് എത്തിയതായിരുന്നു മന്ത്രി. അതേസമയം ഉദ്ഘാടന ചടങ്ങിൽ വൈകാരികമായി സംസാരിച്ച മന്ത്രി ഇത് തന്റെ വിടവാങ്ങൽ പ്രസംഗമായി കണക്കാക്കുമെന്നും പറഞ്ഞു. മന്ത്രിസഭയ്ക്ക് ഇനി കുറച്ചു ദിവസം കൂടി മാത്രമേ ഉള്ളൂ, താൻ രാജിവെക്കുമെന്ന് കരുതേണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മാധ്യമപ്രവർത്തകരോട് താൻ നല്ല രീതിയിലാണ് പെരുമാറിയത്, എന്നാൽ എന്നോട് തിരിച്ച് അങ്ങനെയല്ലെന്നും മന്ത്രി പറയുകയുണ്ടായി. ലാഭകരമായ കോർപ്പറേഷനായി KSRTC മാറി. റെക്കോർഡ് കളക്ഷനാണ് നേടുന്നത്. ക്യാൻസർ രോഗികൾക്ക് ഹാപ്പി ലോങ് ലൈഫ് കാർഡുകൾ ഏർപ്പെടുത്തി. കുട്ടികൾക്ക് കൺസെഷൻ അടക്കം ഏർപ്പെടുത്തി. KSRTC കൺട്രോൾ റൂമുകളിൽ മാറ്റമുണ്ടായി. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഡിജിറ്റലൈസേഷൻ നടന്നത് KSRTCയിലാണ്. താൻ പറയുന്നതേ ചെയ്യൂ, കള്ളവാഗ്ദാനങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ലെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് താൻ വാഗ്ദാനങ്ങൾ നടത്താറില്ല. KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന കോൺഗ്രസിന്റെ പ്രഖ്യാപനം കള്ള വാഗ്ദാനമാണ്. UDFന്റെ ഗ്യാരണ്ടി ഗിമ്മിക്കാണെന്നും പാവപ്പെട്ട KSRTCക്കാരന്റെ കഞ്ഞിയിൽ മണ്ണ് വാരിയിടരുതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു. അതേസമയം KSRTC ആശുപത്രിയിൽ 10 സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ പ്രവർത്തിക്കുമെന്നും വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ജീവനക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ലാബ് ടെസ്റ്റുകൾക്ക് സൗകര്യമുണ്ടാകും. പാവങ്ങൾക്ക് സൗജന്യ ചികിത്സയും സൗജന്യമായി വാഹനത്തിൽ കൊണ്ടുപോവുകയും ഭക്ഷണം ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഏതായാലും കഴിഞ്ഞ ദിവസമായിരുന്നു വലിയ വിവാദങ്ങൾ മന്ത്രിയുടെ പേരിൽ ഉടലെടുത്തത്. കൊട്ടാരക്കര വാളകത്തെ വീടിന്റെ കിടപ്പുമുറിയിൽ മന്ത്രിയെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടുവെന്നും ചിത്രം പകർത്താൻ ശ്രമിച്ചതോടെ തന്നെ മന്ത്രിയുടെ സഹായികൾ തടഞ്ഞുവെന്നുള്ള മന്ത്രിയുടെ ഭാര്യ ബിന്ദു മേനോന്റെ ആരോപണമാണ് വിവാദങ്ങൾക്കിടയാക്കിയത്. വിഷയത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ഉയർത്തിയിരുന്നു. എന്നാൽ ഗണേഷ് കുമാർ രാജിവെക്കേണ്ടതില്ലെന്ന തീരുമാനത്തിലേക്ക് ഇന്ന് വൈകിട്ടോടെ മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം എത്തുകയായിരുന്നു. വിഷയം ഒത്തുതീർപ്പാക്കിയതായി ബിന്ദു മേനോനും അറിയിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി സർക്കാർ കർശന നടപടി സ്വീകരിച്ച സാഹചര്യത്തിൽ സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ അത് ഇടതുപക്ഷത്തിന് ആകെയാണ് പ്രതിരോധത്തിലാക്കുക. അവൾക്കൊപ്പം സ്ത്രീപക്ഷ സർക്കാർ എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷത്തിന്റെ വാദം തന്നെ പൊളിക്കുന്ന ഏർപ്പാടാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗണേഷ് കുമാർ നടത്തിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയം ഇടതുപക്ഷത്തിന് ഉയർത്താൻ പറ്റുക? അത്തരം പ്രചാരണം ഇനി ക്ലച്ച് പിടിക്കാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഈ കേസിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് പോലെ താരതമ്യം ചെയ്യാൻ പറ്റില്ലെങ്കിലും ജനപ്രതിനിധികൾ എന്ന നിലയിൽ കാണിക്കേണ്ട സാമാന്യ മര്യാദയും മൂല്യങ്ങളും കാത്തു സൂക്ഷിക്കുന്നതിൽ അവർ രണ്ടുപേരും ഒരുപോലെ പരാജയപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തെറ്റിന്റെ വ്യാപ്തി മാത്രം ചർച്ച ചെയ്തിട്ട് ഒരു കാര്യമില്ല. കോൺഗ്രസിനെ പോലെയല്ല ഇടതുപക്ഷം എന്ന് പറയുന്നത്. അവിടെ ഇത്തരം ആരോപണങ്ങൾ വന്നാൽ നടപടിയും അന്വേഷണവും ഒക്കെ സ്വാഭാവികമായും നടക്കാറുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്റെ അഭിപ്രായത്തിൽ അടുത്ത കാലത്ത് ഇടതുപക്ഷത്തിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. ഒന്നാം പിണറായി സർക്കാരിൽ മന്ത്രിയായിരിക്കെ സ്ത്രീ വിഷയത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്ന NCP നേതാവ് AK ശശീന്ദ്രന് വീണ്ടും സീറ്റ് നൽകി മത്സരിപ്പിച്ച് വിജയിപ്പിച്ച് മന്ത്രിയാക്കിയത് പിണറായി വിജയനും CPMനും പറ്റിയ ആദ്യ തെറ്റാണ്. ഈ മന്ത്രി അടുത്ത കാലത്ത് ഒരു വനിതാ ഫോറസ്റ്റ് ഓഫീസറുമായി ബന്ധപ്പെട്ട വിവാദത്തിലും ഉൾപ്പെട്ടതായാണ് പുറത്തു വന്നിരിക്കുന്ന വിവരം. ഇത് സംബന്ധമായ ഇന്റലിജൻസ് റിപ്പോർട്ട് വരെ ഉണ്ട് എന്നാണ് കേൾക്കുന്നത്. ഇത് ഘടകകക്ഷിയുടെ കാര്യമാണെങ്കിൽ ഇനി CPMലെ ചില കാര്യങ്ങൾ പറയാം. പാലക്കാട്ടെ പ്രധാന CPM നേതാവും MLAയുമായ PK ശശിക്കെതിരെ മുൻപ് പരാതി നൽകിയിരുന്നത് DYFI പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായ വനിതാ നേതാവായിരുന്നു. അന്ന് പാർട്ടിയിൽ നിന്ന് PK ശശിയെ CPM പുറത്താക്കിയിരുന്നു. എങ്കിൽ ഇന്ന് പാലക്കാട് CPMനെ വെല്ലുവിളിക്കുന്ന രൂപത്തിലേക്ക് ശശി എത്തില്ലായിരുന്നു എന്നതും ഒരു വസ്തുതയാണ്. അതുപോലെ തന്നെ CPM സംസ്ഥാന കമ്മിറ്റി അംഗവും കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന P ശശിക്കെതിരെ പാർട്ടിയിൽ പരാതി നൽകിയിരുന്നത് കണ്ണൂരിലെ പ്രമുഖ DYFI വനിതാ നേതാവായിരുന്നു. അന്ന് പാർട്ടി നടപടിക്ക് വിധേയനായ ശശിയെ പിന്നീട് സകല മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് CPM സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ശരവേഗത്തിൽ എടുത്തിരുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി പിന്നീട് നിയമിക്കുകയും ചെയ്തു.
ഇങ്ങനെ വൃത്തികെട്ട ഒരു പശ്ചാത്തലമുള്ളയാളെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യം തന്നെയാണ്. നടപടി വന്നാൽ, അതായത് മന്ത്രിസ്ഥാനത്ത് നിന്നും കെ.ബി. ഗണേഷ് കുമാറിനെ നീക്കേണ്ടി വന്നാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു വലതുപക്ഷത്തിന് ചൂണ്ടിക്കാട്ടാനായിട്ട് ഉണ്ടായിരുന്നത്. ഇതൊക്കെ തന്നെയായിരിക്കും പ്രധാനമായിട്ടും വലതുപക്ഷം വരുന്ന തെരഞ്ഞെടുപ്പ് വേളകളിലെല്ലാം തന്നെ ഉന്നയിക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള വിഷയങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ ഇടത് സൈബർ ഇടങ്ങളിലൊക്കെ തന്നെ അത് ആഘോഷിച്ചതാണ്. തീർച്ചയായിട്ടും കെ.ബി. ഗണേഷ് കുമാറിനെതിരെ ഇപ്പോഴേ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. ഇത് ഇനി വീണ് കിട്ടിയ ഒരു ആയുധമാണ് വലതുപക്ഷത്തിന് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. വരുന്ന തെരഞ്ഞെടുപ്പ് വേളയിൽ ഇതും ഒരു ചർച്ചാ വിഷയമാകും എന്നുള്ള കാര്യത്തിലും സംശയമില്ല.